செல்லங்களா. ഫ്ലാഷ്ബാക്ക്. പാണ്ടിക്കരിമ്പാറ പോലെയാണ് ഇവൻ മാത്രമല്ല, എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. എവിടെയാ? ആ എനിക്കറിയാൻ വയ്യ. അതോക്കടാ. അയ്യോ, എന്റെ കടം കഥ പറയാ, ഞാനിത് വിശ്വസിക്കാം. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. വേണ്ട. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ പെര നിറഞ്ഞ് നിന്ന് പോയേ ഉള്ളൂ. ഉള്ള മൂടും പോയി. ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ്? നോ മാരേജ്. എങ്ങനെ? ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ്? നോ മാരേജ്. അവിടെ സിംഗ്ല ഹാപ്പിയാ ഇരിക്കും. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. സജി, ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ്? നോ മാരേജ്. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ? അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ്? നോ മാരേജ്. അവിടെ സിംഗ്ല ഹാപ്പിയാ ഇരിക്കും. എന്താ ഇത്? ഞാനിത് വിശ്വസിക്കില്ല, ഞാനിത് സമ്മതിക്കില്ല. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്? എന്തൊക്കെയാ? എന്താ എന്താ പറ, എനിക്കറിയില്ല. അച്ചുവേ, അതുപോലെ നിനക്കും വേണ്ടടാ. ആ ദൈവം തരും. ഡെഫിനറ്റ്ലി അംബാസഡർ. വൈ അംബാസഡർ? അതാ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഷേപ്പ് അല്ലേ? ഓക്കെ ഓക്കെ, മെരിക്കാൻ കുറച്ച് പണി എടുക്കണം. നമ്മളിപ്പോഴും കാറിനെ കുറിച്ച് തന്നെയല്ലേ പറയുന്നത്? അംബാസഡർ സച്ച് എ സെക്സി കാർ, നോ ഡൂഡ്? ഇതൊക്കെ എഡിറ്റ് ആ കാര്യം ഞാൻ എത്തി. അംബാസഡർ ആക്ച്വലി ഇത് ഉണ്ടാക്കിയ ആള് എന്തായിരിക്കും? ഒരു വടിവത്ത കാറ് അല്ലെ? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. എന്തൊരു വിഷമത്തിൽ നിന്നായിരിക്കും ഉണ്ടാക്കിയത്. അതെ അതെ അതെ, നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഇത്തരം സംഭാഷണവും നാടകമൊക്കെ. ചേച്ചി വേറെ മൂടില്ല. ഇങ്ങോട്ട് പന്ന കണ്ടായിരുന്നല്ലോ. എത്രയോ 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതാണ് ദിലീപിന്. ദിലീപിന് 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്. അതെ, 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതാണ്. എന്താ കാരണം? ആരായിരുന്നു ദിലീപ്? ദിലീപ് അർജുനാണ്. എന്താ പേര്? അർജുൻ. അർജുന്റെ ജന്മമാണ് ദിലീപ്. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് അർജുനായിരുന്നു. താങ്കളോ? ഞാൻ കൃഷ്ണനായിരുന്നു. ഞാൻ കാഞ്ഞങ്ങാട് SI ആയിരുന്നപ്പോ ഇയാള് കോത്താഴത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് SI. ഇയാൾക്കെന്താ തലയ്ക്ക് വട്ടുണ്ടാ? അന്നെന്തോ വിരോധം ഉണ്ടായി? അന്ന് ഒരു വിരോധമില്ല, നല്ല ദോസ്തുക്കളായിരുന്നു. ഈ ജന്മത്തിൽ ദിലീപിന് എന്നെ മനസ്സിലായില്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതാണ് ദിലീപിന്. ദിലീപിന് 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്. അതെ. ദിലീപിനെ കണ്ട ഡേറ്റ് വേണമെങ്കിൽ പറയാം. ഡേറ്റ് അല്ല, ആ സിനിമ ഞാൻ പറയാം. ഇഷ്ടം എന്ന സിനിമ തൃശ്ശൂർ ചെമ്മാപ്പുള്ളി സ്ഥലത്താണ് അവിടെ അഭിനയിക്കാൻ വന്നത്. ആ സമയത്ത് എനിക്ക് SD ഒരു ബുള്ളറ്റ് ബൈക്ക് ഉണ്ടായിരുന്നു. കാണാൻ പോണില്ലേ ചോദിച്ചു. ദിലീപ് ഒന്ന് വരുന്നുണ്ടോ ചോദിച്ചു. ദിലീപ് ഉണ്ടെന്ന് പറഞ്ഞു. ദിലീപ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആണ് ഞാൻ ആദ്യമായിട്ട് ഒരു നടനെ കാണുന്നത്. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കുണ്ടിനാ. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് അർജുനായിരുന്നു. താങ്കളോ? ഞാൻ കൃഷ്ണനായിരുന്നു. കഷ്ടം. ഞാൻ ചോദിച്ചതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. രാമുണിക്ക് അല്ലെങ്കിൽ വേണ്ട അല്ലേ വേണ്ട ഞാൻ നിക്കാം.
ചോദിക്കണം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ഞാൻ ഇവരെ പിടിക്കാം അല്ലെ? നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞോണ്ടിരിക്കണേ? അത് കേൾക്കും, അത് പറയുമ്പോ അനക്കുള്ള സുഖവും, അത് കേൾക്കുമ്പോ ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും സുഖമല്ലേ? ഇത് നോക്കണം. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഒരു പിടിയും കിട്ടലില്ല. എല്ലാ പെൺകുട്ടിക്ക് മറയുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പെൺകുട്ടിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് എന്താണ് അതല്ല ഉദ്ദേശം. ഞാൻ തെക്കിന്നെ മറയുന്ന ഡ്രസ് മാറിയ കാര്യം ചോദിക്കേണ്ട കാര്യം എന്റെ അടുത്ത്. അതെന്താ കാര്യം? ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. ഷൈൻ ചേട്ടൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് എല്ലാ അല്ലല്ല, എടാ വേല വയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? സ്റ്റാൻഡ് എടുത്താൽ മതിയാന്ന് ചോദിക്കണം. ഏതാ സ്റ്റാൻഡ്? അതായത് ഇപ്പൊ ഷൈൻ പറഞ്ഞ പോലെ അവര് പുറത്ത്. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. പുറത്ത് പറ, സ്റ്റാൻഡ് പറയും. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ഉൾപ്പില്ലാതെ എനിക്കറിയാം. താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു. നീ എങ്ങനെ കാണുന്നു? അയ്യേ, അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു പോയി. എനിക്ക് കുറച്ച് ഉൾപ്പുണ്ട്, നിങ്ങളുടെ കുറച്ച് കാണിക്കുക. ഇത് കാണിക്കണോണ്ട് എനിക്ക് ഉൾപ്പുണ്ടായിട്ടല്ല. നടക്കാം നിങ്ങളുടെ മുണ്ടം. ഒരു മനുഷ്യനോട് ഒരു മുണ്ടാൻ സമ്മതിക്കത്തില്ല. എനിക്കുണ്ടല്ലോ കുറച്ച് മാന്യത. ഞാൻ തോറ്റു എന്റെ കർത്താവേ. ഈ ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് വിളിക്കണം. കുപ്പി തട്ടിയത് അത് ശരി. ഹലോ ചേട്ടാ, ഇതിനു മുമ്പ് വർഷാപ്പിലായിരുന്ന ജോലി അതെങ്ങനെ മനസ്സിലായി? ചാറ്റി വെക്കണമെന്ന് ചോദിച്ചാണേ. എങ്ങനെയുണ്ട്? സക്സസ്. ഇയാൾ എന്റെ പിന്നിൽ നിന്ന് കുറെ നേരമായി. എവിടെയും പിടിച്ച കുട്ടികളെ ചന്തിക്കാൻ പോണ ചേച്ചേ. അങ്ങനെ ഒരു ഭാഗ്യം. ഹാപ്പി ബർത്ത്ഡേ. അടിപൊളിയാണ് മോനെ. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഞാൻ അലമ്പുണ്ടാക്കൂടാ, എന്റെ അവസാനത്തെ ആഗ്രഹം ഇത്. ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണൂ. ബാക്കിന്റെയും ഭംഗി കാണാം. കൈയിട്, കൈയിട്. ഒന്നുകൂടി വേണം. അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? അപ്പൊ ലവ് യു എവരിബഡി. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക. മാതാശ്രീയെയും ബഹൻശ്രീയെയും തിരിച്ചറിയാത്തവൻ. ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? ജയസൂര്യ അല്ല. ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പം ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു, എന്നോട് മാപ്പ് പറഞ്ഞു, ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അവരുടെ പേര് വലിച്ചഴച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. പല ആളുകൾക്ക് പൊതുജനമാണ്, അവർ പല രീതിയിൽ അതിനെ അസംശയം കണ്ടെത്തും. നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല. നീയല്ലേ പറഞ്ഞേ അല്ലേ? എനിക്ക് ഇതിനകത്തോട്ടൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോകാൻ പറ്റത്തില്ല. എനിക്ക് പരാതിയില്ല, പരാതി ഇല്ലാത്തടത്തോളം ഈ പേരിന് പ്രസക്തിയില്ല. എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല ഈശ്വര. എനിക്ക് എന്നെ ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല. പിന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം സത്യം തന്നെയാണല്ലേ? ഞാൻ പറയുന്ന ഒരു വാക്കിലും സത്യം ഇല്ലാതില്ല. ഓ, നിങ്ങളോട് വിളിപ്പോടുവിലുണ്ട് കൃഷ്ണൻ, ഞാൻ തീറ്റ. അപ്പൊ നമ്മൾ ഈ തുറന്ന് പറയാം, ഇപ്പൊ പേര് പറയുമ്പോ അതോടുകൂടി റിവീൽ ആയി കഴിഞ്ഞു. പക്ഷെ അതിനേക്കാളും ഈ പ്രതിയാക്കപ്പെട്ട ടെൻഷൻ അടിച്ച് ചാകണം എന്നുള്ളതാണ് ഉറപ്പായിട്ട് 100%.
വിശുദ്ധ അന്തോണിസ് പുണ്യാളം, ഞങ്ങൾ പാപികളാവുന്നു, ഞങ്ങളുടെ പാപഭാരം നീ തന്നെ ഏറ്റെടുക്കണമേ. ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? അപ്പം മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്തോടെ ചോദിക്കുന്നത്? ചോദ്യം ഉണ്ടാകാം. നിനക്ക് വേറെ ചോദ്യങ്ങളൊന്നുമില്ലേ? എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുവന്റെ സ്ഥിരം പരിപാടിയാ. നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ. വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? മാതാശ്രീയെയും ബഹൻശ്രീയെയും തിരിച്ചറിയാത്തവൻ എന്റെ പെങ്ങളും അമ്മയും ഒന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീയാണോ? എന്റെ വീട്ടുകാർ സിനിമയിലില്ല. വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കോ ഇങ്ങനെ? ഇവിടെ ഭയങ്കര പൊന്നിച്ചിര ശല്യം. ഞാൻ പോട്ടെ. ഇത് ഫുൾ ഫണ്ണാണ്. സോ ഒരു സീരിയസ്നെസ് ഒന്നും പിടിച്ചിരിക്കണ്ട. ഫുൾ ഫണ്ണാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ദിസ് ഈസ് ഫുൾ ഓഫ് ഫൺ. ഓക്കെ, ഫുൾ ഫണ്ണാണ്. അപ്പൊ ഒന്നും വിചാരിക്കണ്ട. റെഡി അല്ലേ? വിസിലടിക്കുന്നതിന് മുമ്പ് ഞങ്ങളതൊന്ന് ടിഷ്യൂ തരാവോ? തുടങ്ങി. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ കുറച്ച് വൃത്തിയുടെ നിർബന്ധം ഉണ്ടല്ലേ? ഓക്കെ. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇത് യൂസ് ചെയ്യാനുള്ളതാണോ? അത് പിന്നെ യൂസ് ചെയ്യാനുള്ളതല്ലേ രോഹിത്? അല്ല, ഇതിങ്ങനെ തരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ സാനിറ്റൈസർ എങ്കിലും തന്നിരുന്ന ഹെൽപ്ഫുൾ ആയിരുന്നു. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അല്ല, ഞങ്ങള് എന്തായാലും ഇന്റർവ്യൂവിന് വരുമ്പോ ഗസ്റ്റ് വരുമ്പോ അങ്ങനെ പഴയത് ഒരാൾ യൂസ് ചെയ്തതോ തരില്ല, പുതിയതേ തരുള്ളൂ. പക്ഷെ ഇതിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അലർജി ഒക്കെ ഉള്ളതാ. ഞാനൊരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ. നിങ്ങൾ റിയാക്ട് ചെയ്തു, അത് കുഴപ്പമില്ല. പക്ഷെ എല്ലാത്തിനും ഇങ്ങനെ കയറി റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്? വല്ലാത്തൊരു വാശിക്കാരൻ, ഒരു പ്രത്യേക ടൈപ്പാണ്. ബിക്കോസ് ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ അത് ഞങ്ങളുടെ മര്യാദയാണ് പുതിയ ഒരു സാധനം തരാന്നുള്ളത്. അത് ഒരാൾ യൂസ് ചെയ്ത സാധനം ഞങ്ങൾ അങ്ങനെ തരില്ല. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. നിങ്ങളുടെ സൈഡ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ പറയട്ടെ, ഇതിപ്പോ എന്തായാലും ഞങ്ങൾ തുടച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ടിഷ്യൂ വേണം. ടിഷ്യൂ ഞങ്ങൾ തന്നില്ലെങ്കിൽ പ്രശ്നമാവും. നിങ്ങൾ യൂസ് ചെയ്യില്ല. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. ടിഷ്യൂ തന്നാൽ നിങ്ങളെ പ്രശ്നം തീരും. ടിഷ്യൂ തന്ന പ്രശ്നം തരും. ഓക്കെ, എന്നാ പിന്നെ ടിഷ്യൂ കൊടുത്തോ ചേട്ടാ, വേഗം കൊടുത്തു. ഇതത്ര നല്ല ശീലം അല്ല. അതൊന്നും ഇപ്പൊ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു റിഗ്രറ്റ് തോന്നിയിട്ട് കാര്യമില്ല. തനിക്കെന്താ വട്ടാണോ? ഇവന് വട്ടാട്ടാ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഒരു ഉപദ്രവവും ഇല്ല, പാവമാ. നീ ആന അമർന്നോലെ കടന്ന് അമറാതെ പേടിക്കണ്ട പേടിക്കണ്ട. വല്ലതും മനസ്സിലായ? ഇല്ല. അതാ എന്റെ മക്കളെ, അതിനടിയിൽ ഡാബ്സിക്ക് വന്ന ഹെയ്റ്റ് സ്വാഭാവികം. ഒരു രക്ഷയില്ലാത്ത ഹെയ്റ്റ് ആണ് ഇതിന്റെ സിംഗിൾ ബ്ലഡ് വന്നത് മുതൽ ഡാബ്സിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. മാർക്കോ പടത്തെ ഒരൊറ്റ പാട്ട് കൊണ്ട് കോമഡി ആക്കി മാറ്റിയ ഓട്ടോ ട്യൂൺ കോമാളി. എന്റെ സമയം ശരിയല്ല. പാട്ട് കേട്ട സമയത്ത് എനിക്ക് ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടായത്. അതായത് ഇതിന്റെ ബീറ്റ് ഒരു വഴിക്ക്, ഡാബ്സിയുടെ വോക്കൽ വേറൊരു വഴിക്ക് പോകുന്നു. ചേട്ടാ, ഇതെന്താ ഇങ്ങനെ?
അല്ല അതുവഴിയല്ല ഇതുവഴി. ആ എവിടെയെങ്കിലും എന്തെങ്കിലും കാണാം. ഇത്രയും ആയ സ്ഥിതിക്ക് എന്ത് ചെയ്തു, ഈ പടത്തിന്റെ ടീം ഒരു ഡിക്ലറേഷൻ പുറത്തിറക്കി. ഇതാ സാർ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് KGF ഫിലിം സന്തോഷ് വെങ്കിയുടെ വോയിസ് ഉൾക്കൊള്ളിക്കുന്ന ബ്ലഡിന്റെ പുതിയ പതിപ്പ് ഉടൻ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അയ്യോ ഞാൻ ഇതിനൊക്കെ ഞാനൊരു പിന്നെ കൊള്ളാം, എവനാള് കൊള്ളാം. സ്വന്തം ബന്ധം അതിനെന്നും കണ്ടു പഠിക്ക്. മിണ്ടില്ല ഞാൻ പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ. വീട്ടിലെ ജോലിയും ചെയ്യണം, രാവിലെ എണീറ്റ് ജോലിക്കും പോണം, ആ ജോലിക്കാണെങ്കിൽ പോവാനും സമ്മതിക്കുന്നില്ല. ഒരു പ്രത്യേക ജീവിതല്ലേ. അപ്പൊ അമ്മയൊന്നും ചെയ്യില്ല വീട്ടില്? എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ലല്ലോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നു ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയേനെ. +2 പാസ് ആയിട്ടില്ല പറഞ്ഞു. +2 കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ല. ആഗ്രഹമില്ലേ? പഠിക്കാൻ ഇഷ്ടമല്ല? സ്കൂൾ അങ്ങനെ എല്ലാവർക്കും ശരിയാവില്ല അച്ചു. എനിക്ക് ശരിയായില്ല കേട്ടോ. എനിക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല. ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ കല്യാണം കഴിച്ചത്. സീരിയസ്ലി? അപ്പൊ എങ്ങനെ ജീവിക്കും? അത് ഇവൻ പറഞ്ഞ സ്നേഹം കൊണ്ട് ജീവിക്കാം. തലയെന്താണോ പിണ്ണാക്കാണോ? അപ്പൊ എങ്ങനെ ജീവിക്കും? അത് ഇവൻ പറഞ്ഞ സ്നേഹം കൊണ്ട് ജീവിക്കാം. ഭയങ്കര കഞ്ചാണ്. അപ്പൊ എങ്ങനെയാ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്? സ്നേഹം കൊണ്ട് വയറിനറിയില്ല. അതും ഇവന്റെ വീട്ടുകാരൊക്കെ നോക്കും. അടിപൊളി. കുണ്ടിതപ്പെടേണ്ട ചേച്ചി എന്റെ ചേച്ചി. വായടയ്ക്കൂ പണിയെടുക്കൂ, അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കല്യാണം കഴിഞ്ഞ മകനെ ഭാര്യനെ വീട്ടുകാർക്ക് നോക്കാൻ പറ്റുമോ? എന്റെ അച്ഛനൊക്കെ നോക്കും. അയ്യേ എന്തൊരുപാട്. എടാ ശീമപ്പന്നി പോലെ വളർന്ന് ഇണക്ക് പണിക്ക് വയ്ക്കൂടെ? അച്ഛനും അപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ? തലയിരിക്കുമ്പോ അലാടാൻ പാടില്ലല്ലോ. ഇവൻ വീട്ടിൽ ഇരുന്ന് ഇവൻ വീട്ടിലെ ജോലി മൊത്തം ചെയ്യും. ഞാനാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പണിക്ക് വിടാത്തത്. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മണ്ട. വീട്ടില് ജോലി ചെയ്യാനാണ് വിഷ്ണു. വിഷ്ണു ജോലിക്ക് പോകണ്ട. ഓക്കെ, വീട്ടിലിരുന്നാ മതി. ചുമ്മാ കൂടെ കൊണ്ടിടക്ക ഇവൻ തന്നെ ധാരാളം. അഗതാ ക്രിസ്റ്റി എന്ന പ്രസിദ്ധ വനിതാ കുറ്റാന്വേഷണ നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എ മാൻ ഇൻ ലവ് ഈസ് എ പാത്തറ്റിക് സൈറ്റ്. പ്രേമത്തിലകപ്പെട്ട യുവാവ് പരിതാപകരമായ ഒരു കാഴ്ചയത്രേ. ഒരു മെഡിക്കൽ എമർജൻസി വരാതിരിക്കട്ടെ, വന്നാൽ എന്ത് ചെയ്യും? വന്നാ ഞാൻ എന്റെ അമ്മയെ വിളിച്ചു വയ്ക്കും. ഓക്കെ, സന്തോഷ് ബാക്കി നമ്മുടെ സ്വന്തം ആറാട്ടാണ്. ആരുടെ സ്വന്തം ആരാട്ടാണ്? നമ്മുടെ എല്ലാവരും എവ്രിവൺസ്. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പിള്ളം വെറുതെ വിടരുത് കേട്ടോ. ഞാനൊരു പുരുഷനല്ലടാ, ഒന്നിട്ട് നോക്കിയതാ. ഇതിൽ ആരാണ് ആറാട്ടാണ് ഫേവറേറ്റ്? എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. Recently, a controversy also came between me and Aishwarya Rasmi. Okay. She's very simple lady, very simple girl. ഇയാളത് ഏത് ഭാഷയെ പറയുന്നത്? അതെന്താ നിത്യമനോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞതല്ലേ? Because Nitya, people the person I conceived is not the real person I think. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? I thought she's a very good person. Now she's a good person, but English பெரிய knowledge. ஆமா, என்ன செய்ய முடியும்? இங்கிலீஷ்லயே பேசி பழக்கமாய் போச்சு. You look very beautiful. That's why I told. ഒരു മാറ്റവും ഇല്ലല്ലോ. You look very beautiful. That's why I told. അയ്യോ ചിരിക്കല്ലേ, മുത്തുപൊഴിയും. Literally no one. Are you committed to anyone now? No. What about your marriage plan? തുടങ്ങി. സുധാര ലേശ ഉളുപ്പുണ്ടോ എനിക്ക്? I'm not going to marry right now. You don't want to marry? I really want to get married, but as of now, I don't want to get married. I would say you are a genius. You are an intelligent person. But if you... Somewhere some problem. ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. There is a huge difference between the academic intelligence and the common sense. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. Common sense. So you are telling that I don't have common sense? I'm not saying that, but maybe I don't have common sense, but I have sixth sense.
I can read one's mind or. So could you please read my mind right now? പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാകൂ. Right now. Yeah, right now. ചളമായെന്നാ തോന്നുന്നു. Right now you are a little bit tensed about the interview. Yeah, obviously. So. ആ കുട്ടി ചിരിക്കണോ? ഞാൻ ഈ പെണ്ണിന്റെ പുറകെ പോവും. കോമള, നിങ്ങൾ പൊക്കോളൂ, ഞാൻ ഇനി ഒരു സോങ് ഒക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താടാ തേങ്ങാ പിണ്ണാക്കാണ്? വൻ വൈറലായിട്ട് നിൽക്കുന്ന ഒരു കപ്പിളാണ് എന്റെ കൂടെ ഉള്ളത്. ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. ഹായ്. ഓക്കെ, ഒന്നും വിചാരിക്കല്ലേ, ഇച്ചിരി സാനിറ്റൈസർ അടിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മള് അങ്ങനെ ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നിട്ട് പെട്ടെന്ന് അങ്ങനെ കാണുമ്പോഴത്തേനും നമുക്ക് എന്തോ ഒരു ഫീൽ അടിക്കും. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബേസിക് ഹൈജീനിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചിത്രയെ അടിച്ചോളൂ. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ. ഇതാ കാണുന്നു. വിഷയമില്ല, അപ്പൊ പ്രശ്നം തീർന്നു. ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ആയതുകൊണ്ടുണ്ടല്ലോ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സാനിറ്റൈസർ. കാരണം പ്രശ്നേഷിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരരുത്. ഇവന്റെ ഗ്യാപ്പ് പോയി. അപ്പൊ എങ്ങനെ പോണു വീഡിയോസും കാര്യങ്ങളും ഒക്കെ? നിലത്ത് നിൽക്കണ്ടേ, എപ്പോഴും ഫ്ലൈയിങ് ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. ഇപ്പൊ OCDയുടെ ഒരു മൂർധന്യ അവസ്ഥയാണ് രോഹിത്തിന്. എന്നെ പറപ്പിക്കണേ, എന്നെ പട്ടം പറപ്പിക്കണേ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഒരുമിച്ച് വന്നേന്നുള്ളതാണ് ആളുകൾക്ക് പെട്ടെന്ന് വരും. ഞാനും വിചാരിച്ചു കറക്റ്റ് ആണല്ലോ, രണ്ടുപേരും നല്ല മാച്ചാണ്. ഞങ്ങൾ പുറത്തു പോയപ്പോഴത്തേക്കും ഒരു അങ്കിള് വന്ന് ഞങ്ങളോട് ചോദിച്ചു ഒരേപോലെ എങ്ങനെ സെറ്റായി. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡിസൈൻ ചെയ്തെടുത്തയാ, ഒരേപോലെ ഡിസൈൻ ചെയ്തെടുത്തയാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നവരോട് അത് തന്നെ മറുപടി പറയാനുള്ളത്, ഞങ്ങൾ ഒരേപോലെ ഡിസൈൻ ചെയ്തെടുത്തതാ. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. എടുത്തോട്ട് പോടോ, രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. നിരന്തരം റീൽസിൽ വന്നിട്ട് എല്ലാവരും പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന വിഷ്ണു അഞ്ജു ആണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നിങ്ങളെ അറിയത്തില്ലാത്തവരും കേരളത്തിൽ കുറവാ. കേരളത്തിലല്ല, ഞങ്ങൾ ഹൈദരാബാദ് പോയി, ബാംഗ്ലൂര് പോയി, എല്ലാവിടെയും പോകുമ്പോഴും എല്ലാരും വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം സത്യം. അപ്പൊ എല്ലാരും പറഞ്ഞ ഹാൻഡ്സ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നീ എന്ത് വെച്ചിട്ടാ? കൂൾ എന്താ സാധനം? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. പൊതുവെ ചുമ്മാ അങ്ങനെ സംസാരിക്കണം. അപ്പൊ എല്ലാരും പറയാം ആൻസ് വെക്കുന്നുണ്ട്. അഞ്ജുവിനെ കാണാൻ നല്ല രസമാണ്, ചിരിച്ചാൽ അടിപൊളിയാണ്. ചിരിക്കും അഞ്ജു. എന്തൊരു ചൈതന്യം. വിഷ്ണുവിനും അഞ്ജുവിന്റെ ഒരു കഥ എന്ന് പറഞ്ഞാല് 8 വർഷം പ്രണയിച്ചു എന്നാ പറയുന്നത്. 8 years. Hats off to you, sir. You're so great. 25, അവൾക്ക് 19. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 1 വർഷം ആയിട്ടുള്ളൂ. ഞാൻ കഥ പറയാൻ വന്ന ഞാനാരാ? 19 വയസ്സുള്ള കൊച്ചിനെ 8 വർഷം മുന്നേ പ്രേമിച്ചു. ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? 11ാമത്തെ വയസ്സ്. 11 12 വയസ്സ് തികയുമ്പോ നേരെ പോയി കണ്ടല്ലേ ഫേസ്ബുക്ക് വഴി അങ്ങനെ പരിചയപ്പെട്ടു. 12 വയസ്സിൽ ഫേസ്ബുക്ക് ഉണ്ടോ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ആദ്യമായിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞ ആളായതുകൊണ്ടാണോ അതോ വിഷ്ണുവിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണോ? എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെന്താന്ന് അറിഞ്ഞൂടെ, ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോ എനിക്ക് അതൊരു സീരിയസ് ആണെന്ന് തോന്നി. പെട്ടെന്നൊരു കേറൊക്കെ കിട്ടിയപ്പോ മതിയെന്ന് തോന്നി. 18 വർഷമായിട്ട് എന്റെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു കെയറിങ് എന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. അഞ്ജുവിന് അത്യാവശ്യം വീട്ടില് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള വീടായിരുന്നു. അതെ, എന്റെ വീട്ടിൽ AC വരെ ഉണ്ട്. ഇപ്പം വീഡിയോയില് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സ് പറയുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സിനെ അഞ്ജു എങ്ങനെയാ നോക്കി കാണുന്നത്? ഞാൻ നോക്കാറേയില്ല കമന്റ്. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. ഓ, അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ അത് പിന്നെ ഒട്ടും അറിയില്ല. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.